മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാ. ശബ്ദത്തെ വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ ശുദ്ധരക്തം
ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകും പാദനാ. പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ കഥാവിലാസം പ്രാവശ്യം കെ ജെ ജോ മുന്നോട്ട് കടന്നു വന്നു പ്രാവശ്യം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കരയേറി വന്ന പ്രിയപ്പെട്ട മാതാവിൻ്റെ മൃതദേഹവുമായിട്ട് ഞങ്ങളുടെ ദൈവസന്നിധിയിൽ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് അവസരം തന്നല്ലോ. അങ്ങയുടെ മകൾ നല്ല പോർപ്പൊരുതി ഓർമ്മ തിരിച്ച് വിശ്വാസം കാത്തു കർത്താവിന് വേണ്ടി കാത്തിരുന്ന ഭക്തിയെ കർത്താവ് സ്വർഗത്തിലേക്ക് ചേർത്തതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ബന്ധുമിത്രാദികൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഈ സമ്മേളനത്തിൽ കർത്താവിന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇതുവഴിയായി കടന്നു പോകേണ്ടവരാണെന്നുള്ള ചിന്തയോടും വിചാരത്തോടും കൂടി ഞങ്ങളായിരിക്കുവാൻ ഈ സർവീസ് ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അനുഭവത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ വിവിധ ഘട്ടങ്ങളിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുനർചിന്തനത്തിന് ഇടയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ഞങ്ങളെല്ലാവരും ഇടപെട്ടു പോകും. എന്നാൽ കർത്താവിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തോ അത് മാത്രം നിലനിൽക്കുമെന്ന ചിന്തയോടെ ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരണം ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സകല ശുശ്രൂഷകളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതുകൊണ്ട് സ്തോത്രം. തുടർന്നും അങ്ങനെ ചെയ്യണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളോട് നന്ദി. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ദിവസം ഈ സന്ദർഭത്തിൽ വർഷം ചെയ്യുന്ന ചില കാര്യങ്ങൾ
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനുണ്ട്. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർദ്ദിനെ പൊടിയിലേക്ക് മടങ്ങി തിരികെമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരികയും എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകി കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ദ്രവിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്തു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ജ്ഞാനം കൊണ്ട് ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കോണം ഞങ്ങളുടെ നാളുകളേതോളം ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സകലതാമം പോകണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങളും ഞങ്ങൾ അനർത്ഥം വെച്ച സമസ്യകൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ 90 സങ്കീർത്തനം ദൈവപുരുഷനായ മോശ തൻ്റെ സഹോദരനായ അഹരോൻ മരിച്ചതിന് ശേഷം പാടിയതായ ഒരു പാട്ടാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പല ദാസന്മാരും അതിൻ്റെ ആഴത്തെക്കുറിച്ച് സംസാരിച്ചു. അത് കേട്ടവർക്കെല്ലാം മനസ്സിലായി വിശ്വസിക്കുന്നു. അതനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഈ പ്രിയ മാതാവിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ അമ്മച്ചിയുടെ പരമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. എത്ര പറഞ്ഞാലും അതേ നമ്മുടെ ജീവിതത്തിൽ അമ്മച്ചി അത് പ്രൂവ് ചെയ്തു. അമ്മച്ചി കർത്താവിനെ പിൻപറ്റി കൽപ്പനയനുസരിച്ചു. കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും മരുമക്കൾക്കും എല്ലാം ഒരു മാതൃകപരമായ ജീവിതം നയിച്ചു. പ്രത്യാശയുടെ തുറന്ന് അമ്മച്ചി വിശ്രമിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ഒരു ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ അമ്മച്ചി ആദ്യം. പിന്നെ നമ്മൾ അങ്ങനെ ഒരുമിച്ച് കർത്താവിനെ എതിരേറ്റ് ആകാശത്തിൽ മേഘങ്ങളെടുക്കുന്നു. ഈ പ്രത്യാശ ഈ സന്ദർഭത്തിൽ അമ്മച്ചിക്ക് നൽകിയ കൊച്ചുമക്കൾ, ഗ്രാൻഡ് ചിൽഡ്രൻ ഓഫ് ഡിയർ അമ്മച്ചി, they will come forward and they will sing and they will share their reflections about Ammachi. So I invite all the grandchildren to come forward.
verses 25 to 31, that describes her so well. She is clothed with strength and dignity. She can laugh at the days to come. She speaks with wisdom, and faithful instruction is on her tongue. She watches over the affairs of her household and does not eat the bread of idleness. Her children arise and call her blessed. Her husband also, and he praises her. Many women do noble things, but you surpass them all. Charm is deceptive, and beauty is fleeting, but a woman who fears the Lord is to be praised. Give her the reward she has earned, and let her works bring her praise at the city gate. There's so many memories that I have or we have with Amaji, because our Amaji was here for a lot of our milestones in our life. For everything, she was there. For every birthday, our graduations, for every holiday. Family gatherings won't be the same without her. I can't imagine what it's gonna be like to even, to me, it didn't even hit me yet. She's actually gone. A lot of people don't have that opportunity to see or have their grandma or their Amaji for this long in their life. Even till the very end, she remembered us all. She called us by our name. She was selfless, always wanted to help people. Whenever we went over, the first thing she did was to feed us. She was caring, she was loving, and most of all, her faith is what kept her going. Through every situation that she had, her faith kept her going. I don't even know what to say. I'm lost of words. But I could say one thing. That we have a large, Amaji left a great impact on our life. And it's going to be very hard to even become the woman that she was. I just want to say, Amaji, we love you so much. And it won't be the same without you. But we're so happy that we'll see you again in heaven. And thank you for being the best grandma that you could be for us. And we'll see you again when we get to heaven.
church, your relatives gathered here. And this Father Babu and Matthew. Many of you don't know me, but few of the family members know me. I know Amachi for a long time. I came in this country 1983. Amachi was here before me. So I know Amachi for a long time before many of you were born. I visited Amachi just a few days ago in the hospital, and amazingly, Amachi remembers me when I mentioned my name. She opened her eyes and told, I know about what. And Jan always telling me, Amachi was asking about me many times. I have a very good affection about Amachi because Amachi was learning a lot of integrity. You know, in my own words, Amachi is actually a saint. Many of you don't believe in saints. But a saint is somebody who lives for others, who doesn't care about themselves. A person who is a saint means not only, we always say saints, the bishops, or the patriarchs, or the church fathers, but many of the church fathers were saints because of their life. Amachi was a saint because Amachi sacrificed her life for the children. She gave birth to 8 children. It takes a lot of sacrifice to bring up 8 children. She carried you 9 months in her womb. She fed you when you were hungry, even though she was not fully with her food. Even though she was half-starved, she fed you. She cried you when you were in pain. She comforted you when you were in discomfort. She took good care of you when you were sick. She was so happy when all of you were walking. She gave you good education, even though she didn't have a chance to have that privilege. She taught you the basic lesson of Christian faith and values that is still the norm of your life. So she was blessed with children, grandchildren around her. That's the most blessed life of a person who is in Christ. So I strongly believe that she is a very blessed person. Blessed with the children and grandchildren around her, praying together with her. That's the most important thing. And her legacy is keep this faith alive to your grandchildren. My message is to the children. Keep the faith of Amachi to the grandchildren. This way, her life is, her legacy is still going to be alive forever. Thank you so much for giving this opportunity. God bless you, and may God give her the proper place in heaven.
Praise the Lord. And praise be the name of the Lord. If I stand here and talk about Ammachi, I can talk forever. So I don't want to bore you with that. In brief, how many of us has the luck of having 4 parents? I am one of them, blessed with 4 parents. I was given birth to with my first parents in the 40s, 1940s, I mean, not 1840. Then, August 18, 1975, I was accepted into Chacha and Ammachi's family. They were kind enough to give their first daughter to me in marriage. Since then, I became a member of that family. And thank God for that. I have so many wonderful memories about Ammachi, Chacha, and the rest of the family. I'm a little short of words, excuse me for that. But one by one, my parents started leaving me. 1988, Chacha left us. And I lost the other 2 parents in 1999 and 2001. Now just 3 days ago, the last one, Ammachi, left me and us. What a terrible loss. I feel like I am an orphan now. Is there anybody to adopt? I had to think about it because I will never get parents like the one I already had. Last Saturday, we were in Washington. We just got there in the evening. About an hour later, Kujmal called her brother, Kochuman. She said, if you want to see Ammachi alive, you have to be here soon, because she was almost ready to leave. Kujmal asked me what to do, and I said, she will get the pardon of the Lord for us to get there. So we drove back in the night, came back home, went to the hospital. I am sure she borrowed a little time for us from her Lord. When we walked in, she opened her eyes and recognized Kujmal and, oh, this is Kujmal. Then she looked at me and said, Raja. Then she closed her eyes. I thought, oh God, did she say that this is what I had to put up with? Then she comforted me again by opening her eyes and saying, Hallelujah, Stotram. And that was the last word she ever uttered. Thank God she comforted me with that. Otherwise, I would have had the thought that she saw me and decided to leave the earth. I have a lot of fond memories about her. We needed somebody's help. God blessed us with 3 little children at that time. So she volunteered to come over to help with the babysitting and other marriage we had. November 8, 1980, she came over to help us. I cannot never forget, I cannot thank God enough for her, sending her over to help us. During the 40 years I know her, usually parents can demand, they can order and push us around, but she never, ever demanded or requested anything from us, except once.
This is what proves she cared about her children and their future. When I was coming over to this country for the first time, May 30th, 1976, she pulled me over while I was about to get ready to get in the car to leave to the airport. She pulled me over and said, and told me, son, don't forget my children. And with God's help and His grace, I think I could manage to keep up my side of the bargain to a certain extent. I thank God for that. And as the senior citizen of the family now, I have an advice to his children and the grandchildren. Don't forget the path Amachi taught and led us all. If you want God's blessings, keep that path. That's the right path she showed us. Like I said, I can stand here and talk all day, all night, for several days. But I don't want to continue because other people asked to talk. And thank you everyone, thank you all for all the prayers and the blessings you bestowed upon us. Thank you all and God bless you all. My mother, they started to over 95 years here. And they are me. And I was with them for 39. We never thought my mother is that in that room. അവന്
എനിക്ക് പഠിപ്പിക്കുന്ന പാട്ട് പാടുമ്പോൾ വെച്ച് ശാന്തമായിട്ട് കിടന്നു ഞങ്ങളുടെ കൂടെ പാട്ട് പാടും കൈയടിച്ച് ഹല്ലേലൂയ സ്തോത്രം അവസാന സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുവാനും അശ്വാസം പോകുന്നതുവരെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു. അത്രയും ദിവസം ഞങ്ങൾ അമ്മച്ചിയുടെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. രാവും പകലും അമ്മച്ചിയോട് സ്പെൻഡ് ചെയ്യും. അവസാന ശ്വാസത്തിൽ അമ്മച്ചി ശുശ്രൂഷിക്കാൻ എൻ്റെ കാരണം എനിക്ക് കഴിയും. ഞാൻ ആഗ്രഹിച്ചിട്ട് അതുപോലെ തന്നെ കഴിയും. എനിക്ക് എന്നെ മാനിച്ച് ദൈവത്തിന് സ്തോത്രം. Praise the name of the Lord. Thank you everyone for being here today to pay tribute to my mother. My name is David Chaco and I am Amachi's oldest living son. Amachi was one of the most kindest and loving mother and grandmothers I ever could ask for. I remember when I was young, she gave me extra attention and made sure I would eat because I was sick as a child. During the many years she lived with our family, our home was blessed with joy and love. When we lived in our apartment in New York and guests came to visit, and she made sure to welcome them and to offer them food. She made them feel so welcome that they would call her Amachi too. We had great memories from our family's trip to places like Niagara Falls. She was there for special occasions like birthday parties. She loved God and came to church with us every Sunday and made sure to pray for everyone. She made sure to say all the Orthodox faith prayers every day. If we ever had questions about our family history, we would ask Amachi because she had a great memory. Even in her old age, she could remember everybody's name and birthdays. She loved music and was a great singer. She used to sing in her church choir as a child. This is probably why I love to sing every morning with my karaoke machine. When I would visit her, we would always sing together. Even in her last moment, she was singing with us. It will be difficult to have family gathering and not see her there anymore, but thankfully she lived a long life and leaves behind many children, grandchildren and great-grandchildren. I'm glad that we got to spend so much time together and work so close. We will miss her and never forget her. Her memory will live on in all of us forever, and we know she is with God in heaven. Thank you. And God bless you. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഈ ദിവസത്തിൽ ഈ സഭയിൽ ഇങ്ങനെയൊരു അവസരം വന്നു കൂടുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ നീതി ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവത്തെ നന്ദി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദീർഘ 95 വർഷക്കാലം ഈ മരുഭൂമിയിലെ ചൂടും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് എൻ്റെ മാതാവിനെയും ഭൂമുഖത്ത് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം ചെയ്തു. ഞാനൊക്കെ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളിവിടെ ദീർഘ 95 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പുതിയ നിയമ വിശ്വാസികൾക്കത് ദീർഘമാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ അമ്മ 95 വർഷം, അബ്രഹാമിൻ്റെ ഭാര്യ സാറായി 95-ാമത്തെ വയസ്സിൽ ഒരു മകനെ പ്രസവിക്കുക. അപ്പം ഞാൻ അല്പസമയം ചിന്തിച്ചു, വ്യത്യാസം, കാലത്തിൻ്റെ വ്യത്യാസം. മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ഇത്രയും ആയുസ് ദൈവം അമ്മയ്ക്ക് കൊടുത്തു. അത് വലിയൊരു ആയുസാണ് നമ്മൾ എന്ന് പറയുന്നത്.
എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രാർത്ഥിക്കുന്നു മാതാവ്. ഞാൻ വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ വേറൊരു ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മക്കളിൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ കടന്നു വരുന്ന ഞാനാണ്. അതിനു മുമ്പ് അമ്മ ആ സമയത്തും യാക്കോബിലാണ്. എന്നാൽ അമ്മയ്ക്ക് വളരെ വിശ്വാസം, എന്നാൽ സ്വാതന്ത്ര്യത്തോടെ അമ്മയ്ക്ക് കടന്നു വരുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ കടന്നു വന്നപ്പോൾ അമ്മയ്ക്കത് സ്വാതന്ത്ര്യമായി. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞില്ല, എനിക്ക് സ്നാനപ്പെടണം. അപ്പം ഞാനന്ന് ഭാഷ കേൾക്കുകയുടെ സഭയിലാണ്. ഞാൻ പെട്ടെന്ന് ഭാഷ വിളിച്ചു പറഞ്ഞു, ഭാഷ ഞാനറിഞ്ഞ ഈ സത്യം പിന്തുടരാൻ എൻ്റെ അമ്മയും ആഗ്രഹിക്കുന്നു. സ്നാനത്തിന് വേണ്ട ഏർപ്പാട് ഭാഷ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് അവർക്ക് സ്വന്തമായിട്ടൊരു സഭയില്ലായിരുന്നു. നെല്ലിക്കുഴിയുള്ളൊരു സഭയിലാണ് ഞങ്ങൾ കൂടി വരുന്നത്. അവർക്ക് സ്നാനക്കുറവില്ല. ഭാഷ എന്നെ വിളിച്ചു പറഞ്ഞു, 1 or 2 ദിവസം കൂടി ഒരു ദിവസം ഫിക്സ് ചെയ്ത് സ്നാനപ്പെടുന്നുണ്ട്. അമ്മയും കൊണ്ട് വരുവാണെങ്കിൽ ഞങ്ങളത് സ്നാനപ്പെടുത്താം. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് അവിടെ ചെന്നു. അമ്മ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. കുറച്ച് നാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സഭയിൽ കൂടി ഇവിടെയുള്ള ദൈവമക്കളോടുകൂടെ ആരാധിപ്പാൻ ദൈവം അമ്മയ്ക്ക് ഭാഗ്യം കൊടുത്തു. അനേക ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളും ആഴങ്ങളും മനസ്സിലാക്കുവാൻ എൻ്റെ അമ്മയ്ക്ക് കർത്താവ് ഭാഗ്യം ചെയ്തു. തങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ദൈവസ്നേഹത്തിൽ നിൽപ്പാൻ അമ്മയ്ക്ക് ഇടയായി. അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ഞങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹമായി തീർന്നു. ഇത് ഞങ്ങൾ അനുഭവിക്കുന്ന സകല അനേക സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെങ്കിൽ അനേകം കാണുവാൻ പൂർത്തീകരണത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും അനേക കാര്യങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകളൊക്കെ മാതാവിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ ഒരു ബലമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ ആഗ്രഹിച്ചതെല്ലാം അമ്മയ്ക്ക് ലഭിച്ചിട്ടില്ല. എല്ലാവരും എല്ലാം ആഗ്രഹിച്ചത് ലഭിച്ചിട്ടല്ല ലോകത്തിൽ നിന്ന് യാത്ര പോകുന്നത്. എൻ്റെ അമ്മയ്ക്ക് അനേക നന്മകൾ കാണുവാൻ ഭാഗ്യം ലഭിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം സുഖമില്ലാത്ത സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും അമ്മയുടെ ബെഡിന് ചുറ്റും നിൽക്കുമ്പോൾ ഞാൻ അമ്മയുടെ മനസ്സിനെ നോക്കി. എൻ്റെ കണ്ണ് അമ്മയുടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു എന്ന് നോക്കിയപ്പോൾ അകത്ത് ആരാധിക്കുന്ന ഒരു മാതാവിനെ ഞാൻ അവിടെ കണ്ടത്. ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ ശരീരത്തിൽ അനുഭവിക്കുന്നുവെങ്കിലും, വേദനകളെ കടിച്ചമർത്തുന്നുവെങ്കിലും അമ്മയുടെ കരങ്ങളിൽ ആരാധനയുടെ താളങ്ങളിൽ വരുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. അമ്മയുടെ ചുണ്ടിൽ അതിൻ്റെ ചില സ്വരങ്ങൾ അനങ്ങിക്കൊണ്ടിരുന്നു. ചിലത് പുറപ്പെടും, ചില ഞരക്കങ്ങൾ ആരാധനയായി മാറി. അത് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ സാധാരണ ആൾക്കാർക്ക് ലഭിക്കാത്ത വലിയൊരു പദവി അമ്മയ്ക്ക് ലഭിച്ചത് നിത്യതയിൽ ഹാലേലിയ പർദീസയിൽ അമ്മ വിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അനേകം ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ദൈവയുടെ കർത്തദാസ് സമർപ്പിച്ചതുപോലെ ചില നിമിഷങ്ങൾ കൊണ്ട് ഒരു കള്ളൻ നിത്യത പ്രാപിക്കാനിടയായി. എന്നാൽ 3.5 വർഷക്കാലം കൂടെ നടന്ന യൂദ കർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ ഒരു കയറിൽ തൻ്റെ ജീവിതം ഒഴുകി. അത് പലപ്പോഴും എന്നെയും ചിന്തിപ്പിച്ച ഒരു സബ്ജക്റ്റാണ്. അതൊരു പ്രസംഗ വിഷയം തന്നെയാണ്. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഈ വാർദ്ധക്യത്തിൽ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം, അമ്മ യൗവനകാലങ്ങളിൽ അമ്മയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലായിരുന്നു. അതിനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഞങ്ങളെല്ലാം യാക്കോബിലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിനപ്പുറത്ത് ഞങ്ങളുടെ ഒരു വല്യമ്മച്ചിയുണ്ട്. അവിടെ ആരാധിക്കുന്ന ആരാധന, അവിടെ മുഴങ്ങുന്ന ദൈവശബ്ദം ഞാൻ പലപ്പോഴും എൻ്റെ കാതുകളിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആ ബാല്യകാലത്തിൻ്റെ കാതുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ആ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. കാരണം എൻ്റെ പിതാവ് ഇതിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നില്ല. എന്നാൽ അത് ലഭിക്കാതെ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ആ ഭാഗ്യം കർത്താവിനെ അറിയാൻ എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു. പറയുന്നു, അനേകരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെയൊക്കെ വളരെ അധ്വാനിച്ച് കഷ്ടതയിൽ ഒരുപാട് ഞങ്ങൾ വളർത്തിയതാണ്. ഇത് ഞങ്ങൾക്ക് ലഭിച്ച ആ ഭാഗ്യങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ അമ്മയ്ക്ക് കടന്നു വരുവാനിടയെ ഞാൻ രക്ഷിക്കപ്പെട്ട ഈ സഭയിൽ ഇവിടുത്തെ മോളിമാമോ കർത്താവിന്റെ ദാസൻ ആ കുടുംബം എത്രയോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഞാനിതൊന്ന് ഓർക്കുന്നു.
ഈ സഭയിലേക്ക് കടന്നു വന്ന് ഇവിടെ നിന്ന് ദൈവവചനം കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് ലഭിച്ചു ഒരു വലിയ ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾ വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് ഭവനത്തിൽ അനേക ദൈവദാസന്മാർ കാലങ്ങളിലായി കടന്നു വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവവചനം അനേകം പഠിക്കുവാൻ അറിയുവാൻ അമ്മയ്ക്ക് അവസരം ലഭിച്ചു. അതുകൊണ്ട് ഒത്തിരി അറിവ് അമ്മയ്ക്ക് ലഭിച്ചു, പുസ്തകങ്ങൾ വായിക്കാൻ. അങ്ങനെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാം നമ്മൾ നേടിയെടുത്ത് നമ്മളൊരു ധനികനായി ജീവിച്ച് അതിൻ്റെ സൗഭാഗ്യത്തിലിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് മനസ്സിൽ സംഗ്രഹിച്ച് അത് ധ്യാനിച്ച് പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം വായിലെടുത്ത് ആരാധിക്കുമ്പോൾ ദൈവപ്രവൃത്തി അല്ലെ അനുഗ്രഹം ഒന്നായി വരുന്നത് കാണുവാൻ നമുക്ക് എത്രയോ ഭാഗ്യമാണ്. അതുകൊണ്ട് അമ്മേ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എത്ര ഭാഗ്യമാണ് അമ്മയ്ക്ക് ലഭിച്ചത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അനേക പാട്ടുകൾ തോരാതെ ഞങ്ങൾ പാടി. ആ പാട്ടുകളൊക്കെ അമ്മ കേട്ടു. അമ്മ കൂടെ പാടി, കഴിയുന്നിടത്തോളം അമ്മ കൂടെ പാടി. ശാരീരിക ക്ഷീണമെല്ലാം അമ്മയ്ക്ക് ഞങ്ങൾ പാടുന്നത് പാടാൻ കഴിഞ്ഞില്ല. അകത്ത് ആരാധനയും പ്രാർത്ഥനയും നടന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പാടി തൻ്റെ ആത്മാവിനെ കൊടുത്തവങ്കിലേക്ക് ഫലമേൽപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്ര പോയി. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സഹകരണത്തിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്ന കുടുംബമായ ഞങ്ങളുടെ നന്ദി സഭയോടും കർത്താവിൻ്റെ ദാസനോടും ദാസന്മാരോടും മാമിയോടും നമ്മുടെ ഭവനങ്ങളിലൊക്കെ കടന്നു നിങ്ങളെ ആശ്വസിപ്പിക്കുകയോ വസിപ്പിക്കുകയും കടന്നു വരികയൊക്കെ ചെയ്തവരെ നന്ദി അർപ്പിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 37 സങ്കീർത്തനം 25 വാക്യത്തിൽ പറയുന്നു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണിയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അമ്മച്ചിയുടെ മക്കളെല്ലാവരും അമ്മച്ചിയെ പറ്റി പല കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മച്ചിയെ 23 വർഷം മുമ്പേ അമ്മച്ചിയുടെ മോൻ എന്നെ കല്യാണം കഴിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് അമ്മച്ചാൻ്റെ ഇഷ്ടമുള്ള അമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചി ആ വീട്ടിലെ ഒരമ്മയായിട്ടല്ല ഞാൻ കണ്ടത്. അമ്മച്ചി ആ വീട്ടിലെ ഒരു അമ്മയായിരുന്നു. ആ വീട്ടിൽ അമ്മച്ചി എന്തൊരു കാര്യം ഉണ്ടാക്കണോ അത് ആ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അതെന്നെ ഒത്തിരി ആകർഷിച്ച കാര്യമേ. ഞാൻ കണ്ടപ്പോൾ അവിടെ ഷേർലിമമ്മയ്ക്കും അമ്മച്ചിക്കും തമ്മിൽ യാതൊരു മറവും ഇല്ലായിരുന്നു. ഞാൻ ഞങ്ങളുടെ വിവാഹം ഭാവിച്ചതുകൊണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് ഭാവിച്ചതുകൊണ്ടായിരുന്നു. അത് ഞങ്ങൾ യാക്കോബായിലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സൺഡേയിൽ മോച്ചൻ്റെ വീട്ടിലോട്ടാണ് പോയത്. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടിയ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ സൺഡേയിലും ഞങ്ങൾ രണ്ടും ഇവിടുന്ന് സ്പ്രിംഗ് വാലിയിൽ നിന്ന് മോച്ചാൻ്റെ വീട്ടിൽ ചെല്ലും. ചെന്ന അമ്മച്ചിയും മോച്ചാൻ്റെ ഇഷ്ടമമ്മയും അവർ 2 കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങൾ ഒരുങ്ങി പോകാൻ തുടങ്ങുമ്പോൾ അമ്മച്ചിക്കറിയാം എനിക്ക് ആ ഒരു ചെറിയ 1 വീക്ക് കൊണ്ട് അമ്മച്ചിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമുണ്ട് കഴിക്കാനെന്ന്. അമ്മച്ചിനോടൊന്നും ചോദിച്ചില്ല. അതുപോലെ ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചി എനിക്കൊരു ചായ ഉണ്ടാക്കി തരും. കാരണം അമ്മച്ചിക്കറിയാം എനിക്ക് ചായ ഒത്തിരി ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ചർച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചർച്ച് ഫുഡില്ലെങ്കിൽ അമ്മച്ചി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഉണ്ടാക്കി അവിടെ വെച്ചേക്കും. അതിൻ്റെ അകത്ത് യാതൊരു അമ്മയ്ക്കോ മോച്ചാണ് യാതൊരു ഒബ്ജക്ഷനില്ല. അമ്മച്ചി ഞങ്ങൾക്ക് എന്തോളം ഉണ്ടാക്കി വെക്കുന്നതിന്. അങ്ങനെ ഞങ്ങൾ ഒരു വർഷത്തോളം അവിടെ ഒരുമിച്ച് യാക്കോപ്പള്ളിയിൽ പോയി. അത് കഴിഞ്ഞാണ് അമ്മച്ചി പെന്തിക്കോസ് വരുന്നത്. അമ്മച്ചി പെന്തിക്കോസ് വരുമ്പോൾ അമ്മച്ചിക്ക് എൻ്റെ ഏകദേശം 73 വയസ്സുണ്ട്. അത് ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ അമ്മച്ചി 73 വർഷം വിശ്വസിച്ചതിനെതിരായിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അന്നെനിക്ക് അതിന് പ്രയാസം ഉണ്ടാക്കില്ല. ഞങ്ങളെ ഒരുമിച്ചായിരുന്നു യാക്കോപ്പള്ളിയിൽ പോകുന്നത്. അമ്മച്ചി എന്നിട്ടും ഞങ്ങൾ മോച്ചാനും അമ്മച്ചിയും ഇല്ലായിരുന്നിട്ട് പിന്നെ ഞങ്ങൾ യാക്കോബെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് മോളുണ്ടായി. മോളുണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മച്ചി എൻ്റെ 3 കുഞ്ഞുങ്ങളെ മോശാൻ
നിർബന്ധമായിരുന്നു അമ്മച്ചി വന്ന് കുളിപ്പിക്കണം. അമ്മച്ചി എല്ലാം ചെയ്തിരുന്നു. കൊച്ചുമക്കളോടൊക്കെ അമ്മച്ചിക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. മരുമക്കളോട് അമ്മച്ചിക്ക് ഒരു കാര്യത്തോട് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അമ്മച്ചി എനിക്ക് അതില്ല ഇതില്ല അങ്ങനത്തെ ഒരു കാര്യമില്ലായിരുന്നു. എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡായിട്ട്, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് അമ്മച്ചി മറ്റുള്ളവരെ സ്നേഹം കാണിച്ചത് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തായിരുന്നു. ചെല്ലുന്ന നമ്മൾ എപ്പോഴും കഴിച്ചിരിക്കണം. ആ അമ്മച്ചിയുടെ നിർബന്ധമായിരുന്നു. പിന്നെ അമ്മച്ചിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടുന്നത്. അമ്മച്ചിയുടെ ബർത്ത്ഡേ വരുമ്പോൾ താങ്ക്സ് ഗിവിങ്, ക്രിസ്മസ്, ന്യൂ ഇയർ, അതിന് അമ്മച്ചിയുടെ മക്കളും പിന്നെ എൻ്റെ സഹോദരങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അമ്മച്ചി അതെല്ലാം ഒത്തിരി സന്തോഷിച്ചിരുന്നു. അതിനേക്കാൾ ഒരു പനി എനിക്കുണ്ടായിരുന്നു. എൻ്റെ കൊച്ചനിക്ക് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അവൾ ഓൾറെഡി പഠിക്കാൻ പോയത് അമ്മച്ചി അവളുടെ കയ്യിൽ അവൾ വരുമ്പോൾ ചിലപ്പോൾ പൈസ കൊടുക്കുമായിരുന്നു. കാര്യം അവൾ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ആ സമയത്ത് അവൾ ഫാർമസിക്ക് പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അമ്മച്ചി സ്നേഹം കാണിക്കുന്നത്. അമ്മച്ചിയുടെ ബർത്ത്ഡേ ഈ വർഷം എല്ലാ വർഷവും അമ്മച്ചിയുടെ ബർത്ത്ഡേ എല്ലാം ഞങ്ങൾ സന്തോഷപൂർവ്വം കഴിക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അതുപോലെ തന്നെ വെച്ചു. ഈ അമ്മച്ചി മരിച്ച അന്ന് ബേസിക്കലി അമ്മച്ചിയുടെ ബർത്ത്ഡേ നടക്കേണ്ട ദിവസമായിരുന്നു. കാര്യം എല്ലാവരും ജോലിയൊക്കെ ഉള്ളത് വീക്കിൽ നടത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ അതിൻ്റെ പ്രീവിയസ് സൺഡേയിൽ മോച്ചാന് അമ്മച്ചിയെ കാണാൻ ചെന്നു കഴിഞ്ഞിട്ട് മോച്ചാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ കൊണ്ടുപോയ ഫുഡൊന്നും അമ്മ അങ്ങനെ കഴിച്ചില്ല, അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോകാനായിട്ടിരുന്നപ്പം മോശാന് പെട്ടെന്ന് നാട് വന്ന് വെട്ടി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ പിന്നെ പെയിൻ മെഡിക്കേഷനൊക്കെ എടുത്തു വീട്ടിൽ കിടന്നു. ഒരു 4:30 കഴിഞ്ഞപ്പം ചൂലുമാമ വീട്ടിലോട്ട് വിളിച്ചു. മോനെ അമ്മച്ചിക്ക് വയ്യ, എന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ മോശം പറഞ്ഞു, ഞാൻ സുലും കൂടെ പോകാം, ചൂലുമാമ ഇപ്പം പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ചൂലുമാമ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല അമ്മച്ചിക്ക് ഇച്ചിരി കൂടുതൽ ഹോസ്പിറ്റലിലോട്ട് വിടട്ടെ എന്ന് ചോദിച്ചു. പിന്നെ മോശം പറഞ്ഞു, ജോലിമാമ ഹോസ്പിറ്റലിലോട്ട് വിടാൻ പറഞ്ഞു. അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ വിട്ടു. ജോലിമാമ എന്നെ തൊട്ട് പറഞ്ഞ് ഞങ്ങൾ ചെന്നു. ഞങ്ങൾ മോച്ചാനെ കൊച്ചുമോച്ചാനെ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും മറ്റൊരു റൂമിൽ വന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു എല്ലാ പ്രാവശ്യത്തെ പോലെ അമ്മച്ചി ഒരു ഫൈറ്ററായിരുന്നു. കാരണം പല പ്രാവശ്യം അമ്മച്ചിക്ക് ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അമ്മച്ചിയുടെ മോനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അമ്മച്ചി വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാം വിചാരം വരുന്ന ഈ പ്രാവശ്യം അമ്മച്ചി ഹോസ്പിറ്റലിൽ പോയപ്പോഴും അമ്മച്ചി തിരികെ വരുമെന്ന് ഞങ്ങൾക്ക് അമ്മച്ചിയോടെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ പറഞ്ഞതുപോലെ സൺഡേയിലാകുമെന്ന് ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. എന്നാൽ ട്യൂസ്ഡേ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മച്ചി എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല, ഈ പ്രാവശ്യം കണ്ടീഷൻസ് അത് വേഴ്സാണ് എന്ന് പറഞ്ഞു. വെൻസ്ഡേ വന്നപ്പോൾ പറഞ്ഞു അമ്മച്ചിയുടെ കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ഫങ്ഷനൊക്കെ ഒത്തിരി ലോ ആണെന്ന് പറഞ്ഞു. അപ്പം മോശനൊക്കെ പറഞ്ഞു പ്രാവശ്യം അമ്മച്ചി കൂടി വന്നാൽ ഒരാഴ്ചയുടെ കാണുമായിരിക്കും. അങ്ങനെ ആയപ്പോൾ എല്ലാവരും, എല്ലാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മച്ചിയോടുകൂടെ ഈ തിരുവചനം പറഞ്ഞതുപോലെ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിന് അമ്മച്ചി ഒരു ഡബിൾ ബെഡുള്ള റൂമിലായിരുന്നു. അപ്പോൾ അവിടെ പാടാനും പ്രാർത്ഥിക്കാനും അസൗകര്യമായിരുന്നുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് ഒരു സിംഗിൾ റൂമിൽ പോയി കൊണ്ടുവന്ന് അന്ന് മുതൽ അമ്മച്ചിക്ക് ചുറ്റും വരുന്ന ഒത്തിരി പാട്ട് പാടി വേദപുസ്തകം വായിച്ചു. അവസാനം മോശം പറഞ്ഞു, 1 വർഷം പാടാനുള്ള പാട്ട് മുഴുവൻ ഞാൻ അമ്മച്ചിയോട് ഇരുന്ന് പാടി. അതുപോലെ അമ്മച്ചിയോട് ഇരുന്ന് രാവും പകലും പാട്ട് പാടി. സൺഡേ അന്നേരം ഞങ്ങൾ പാടുന്ന കൂട്ടത്തിൽ അമ്മച്ചി എല്ലാ പാട്ടും ഞങ്ങളോട് ചേർന്ന് പാടും. സൺഡേ മോർണിംഗിൽ എല്ലാവരും ഉണ്ടാകും. അടുത്ത് ആരും ആരാധനയ്ക്ക് പോയില്ല. അമ്മച്ചിയോട് ഇങ്ങനെ പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി 4 ഡോർ ഓപ്പൺ
ഫോൺ ചെയ്താലും അമ്മച്ചി ആ ബെഡ് എഴുന്നേറ്റ് ഇങ്ങനെ തല തിരിച്ചു പോകും, ആരാ വരുന്നതെന്ന്. അമ്മച്ചി ഇങ്ങനെ നോക്കും, പിന്നെ കിടക്കും. അന്നേരം ഞങ്ങളിങ്ങനെ പറഞ്ഞു, അമ്മച്ചി ആരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ എന്ന്. 2 മണിയായപ്പോൾ അമ്മച്ചിയുടെ മോളും കുഞ്ഞോളും അമ്മയും അയച്ചാലും കൂടെ കടന്നു വന്നു. അവർ വന്നപ്പോൾ ഡോർ തുറന്ന ശബ്ദം കേട്ടപ്പോൾ അമ്മച്ചി ഇങ്ങനെ നോക്കി. കുഞ്ഞോളമ്മയുടെ അയച്ചാലും അമ്മച്ചിയൊക്കെ ചെന്നു. കുഞ്ഞോളമ്മ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. പറഞ്ഞു കുഞ്ഞുമോളെ എന്ന് പറഞ്ഞു. പിന്നെ രാഴ്ച അടുത്ത് ചെന്നപ്പം രാഴ്ച ഒന്നും ചോദിച്ചില്ല. അമ്മച്ചി പറഞ്ഞു രാജൻ. പിന്നെ അനേക പ്രാവശ്യം ഡോർ തുറന്നു അമ്മച്ചിയാണ്. പിന്നെ ആരെയും നോക്കിയില്ല. അതായിരുന്നു അമ്മച്ചി എക്സ്പെക്ട് ചെയ്യുന്ന 2 വ്യക്തികളായിരുന്നു കുഞ്ഞോളമ്മയും രാജനും. അവർ വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നു. പാടിക്കൊണ്ടിരുന്ന ഏറ്റവും അവസാനം പാടിയ പാട്ടാണ് യേശുവേ നിന്റെ രൂപം. അത് പാടിയപ്പം അമ്മച്ചി കൂട്ടത്തിൽ പാടി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിച്ചിട്ട് ആ സമയമായപ്പോഴത്തേക്ക് ചർച്ചയിൽ നിന്ന് പല സഹോദരന്മാരുടെ കടന്നു വന്നു. അവരുടെ കൂടി ചേർന്ന് പാട്ട് പാടിയത് അവസാനത്തെ. അവർ വെള്ളോട്ട് ഇറങ്ങി കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേന് അമ്മച്ചി ശ്വാസം പല പ്രാവശ്യവും ദീർഘമായിട്ടെടുക്കാൻ തുടങ്ങി. അന്നേരത്തേനെ ഞങ്ങളുടെ സമയാഗ്രഹത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിയുടെ ഇളയ മോന് അടുക്കളോട് ചെന്ന് അമ്മയുടെ ചെവിക്കകത്ത് പ്രാർത്ഥിച്ചു. 6-7 മിനിറ്റ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചി സമാധാനമായിട്ട് ഈ ലോകത്തിൽ നിന്ന് താൻ പ്രിയപ്പിച്ച കർത്താവിന്റെ സ്ഥലത്തിൽ ചേർക്കപ്പെട്ടു. ഞങ്ങളെപ്പോഴും എൻ്റെ പേരൻസിനെ അമ്മച്ചിയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, പ്രത്യാശയോടെ കടന്ന് കഷ്ടപ്പെടുന്നത് നല്ലൊരു അവസാനം. അമ്മച്ചി വളർത്തിയ മക്കളും കൊച്ചുമക്കളും മരുമക്കളും അടുത്ത് നിൽക്കുമ്പോഴും അമ്മച്ചിയെ പ്രാർത്ഥിച്ച് ഒരു ഭക്തയായിട്ട് ദൈവസന്നിധിയിലേക്ക് വിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അങ്ങനെയുള്ളൊരു ഭാഗ്യം അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചി 95 വയസ്സുണ്ടായിരുന്നെങ്കിലും അമ്മച്ചിക്ക് ഭയങ്കര കരുത്തായിരുന്നു. കാര്യം അമ്മച്ചിയുടെ ജീവിതത്തിൽ അനേക സ്ട്രഗിൾസ് അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മച്ചി 8 മക്കളെ വളർത്തുവാന് അമ്മച്ചി കഷ്ടപ്പെട്ടത് അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മച്ചി പിന്നെ ഒരു കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ നോട്ടീസ് ചെയ്തു. അമ്മച്ചി ഭയങ്കര ഡിസിപ്ലിൻ ഉള്ളൊരു വ്യക്തിയായിരുന്നു. നല്ല ഓർഡർ. അമ്മച്ചി എപ്പോഴും നന്നായിട്ട് ഒരുങ്ങി നല്ല വൃത്തിയായിട്ട് വീട്ടിലാണെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അതുപോലെ അമ്മച്ചിയുടെ റൂം എപ്പോഴും നല്ല നീറ്റായിരുന്നു. അതുപോലെ അമ്മച്ചി ഒത്തിരി വായിക്കുമായിരുന്നു. ഒരു കുഞ്ഞൊരു പുസ്തകം കിട്ടിയാലും അമ്മച്ചി ഒരു കുഞ്ഞു പേപ്പർ കിട്ടിയാലും അമ്മച്ചി അത് വായിക്കും. അത് ചെന്നിട്ട് പിന്നെ ഞങ്ങൾ ചെല്ലുന്ന ആരോടെങ്കിലും ഒന്ന് പറയാം അമ്മച്ചി. അതുപോലെ അമ്മച്ചി ഭയങ്കര മെമ്മറിയാണ്. ഞാൻ ചുമ്മാ ചിലപ്പോൾ കളിയാക്കി പറയും. അമ്മച്ചിയുടെ പകുതി മെമ്മറി ഉണ്ടായിരുന്നത് പല കോളേജിലൊക്കെ പോയി പഠിച്ച് പല ഡോക്ടറേറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അമ്മച്ചിക്ക് നല്ല ഓർമ്മയായിരുന്നു. കുഞ്ഞുകാലങ്ങളിലെ കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികൾ, കുഞ്ഞമ്മയെ നേഴ്സിംഗ് വിടാൻ പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ അതൊക്കെ ഞാൻ ഓർക്കും. അമ്മച്ചിയുടെ 4 കഴിവൊന്നും ദൈവമേ ഞങ്ങൾക്കില്ലല്ലോ ഒന്നും. അമ്മച്ചിയുടെ ആരോഗ്യം എല്ലാം ദൈവം അമ്മച്ചിയെ 95 വർഷക്കാലം ആരോഗ്യത്തോടെ വയസ്സോടെ നടത്തി. ഒരാഴ്ച മാത്രമേ ഉള്ളൂ അമ്മച്ചി ബെഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടന്നത്. അമ്മച്ചിയുടെ മരണമെന്ന് പറയുന്നത് മരണം എപ്പോഴും ദുഃഖമാണ്. എന്നാൽ അതിലെല്ലാം പോയിട്ട് മക്കൾക്ക് സന്തോഷിക്കാനുള്ള അമ്മച്ചി നല്ലൊരു ഭാഗ്യം ഉള്ള ദേശത്ത്, ദുഃഖമില്ലാത്ത പ്രയാസമില്ലാത്ത സങ്കടമില്ലാത്ത കഷ്ടമില്ലാത്ത ദേശത്തിലേക്ക്
ആഗ്രഹിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം വെച്ച സമയം വെച്ച് നന്ദി. ഉള്ളിപ്പെട്ട കാര്യങ്ങൾ മിസ് ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ യാതൊരുമേ ഇനി ഞങ്ങളുടെ യാതൊരുമില്ല, അമ്മച്ചിയില്ല. എന്നോട് ദേവസ്വം ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു അവസരം നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും പറഞ്ഞ പോലെ അമ്മയ്ക്ക് 95 വയസ്സുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും രോഗങ്ങളും ദുഃഖങ്ങളും വന്നെങ്കിലും അതിന് മധ്യയെല്ലാം വീണ്ടും നോർമലായി ജീവിക്കാനുള്ള ഇട വന്നു. ഈ പ്രാവശ്യം അമ്മയൊരു വീഴ്ചയോട് സാധാരണ ഞാൻ കണ്ടിടത്തോളം ആ ഒരു പ്രായത്തിൽ ആ ഒരു ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് സർവൈവ് ചെയ്യാറില്ല. അമ്മയുടെ അടുത്ത് പോകുമ്പോൾ ഞാൻ പറയുമ്പോഴും അമ്മ ഒത്തിരി ഭാഗ്യമുള്ളതാണ്. ദൈവം അമ്മ നടത്തുന്ന ദൈവത്തിൻ്റെ വിധങ്ങൾക്ക് അമ്മയും നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ള സമയങ്ങളായിട്ട് ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന സമയങ്ങളല്ല. അമ്മയ്ക്ക് അമ്മയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. മക്കളൊക്കെ നല്ല നിലയിലായി, കൊച്ചുമക്കൾ നല്ല നിലയിലായി. ഇതൊക്കെ കാണുന്ന അമ്മ ഈ ലോകത്തിൻ്റെ ചിന്തകളുണ്ട്. അതിനെ ഓർക്കാതെ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമ്മ അതൊക്കെ ചെയ്യുവാൻ കാണുമ്പോൾ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. നമ്മ മക്കളെ കൊച്ചുമക്കളെ ഉപദേശിച്ച് മാത്രമല്ല, അമ്മയ്ക്ക് ഈ രാജ്യത്തെ ഓർത്ത് ഇവിടെ വന്ന് ഈ നന്മ അനുഭവിക്കുക ഒക്കെ ദൈവാവസരം അമ്മ നാളിലായിരുന്നെങ്കിൽ ഇതുപോലൊരു കെയർ കിട്ടുമോ? അമ്മയ്ക്ക് ഒരു പൈസ അവർ കൊടുക്കുക, ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പോൾ ഈ രാജ്യത്തെ ഓർത്ത് ഇതിൻ്റെ നന്മ ഓർത്ത് ഇതിൻ്റെ നിലയിൽ ഒക്കെ പ്രാർത്ഥിക്കും. അമ്മ അതൊക്കെ ചെയ്ത് ഒക്കെ പോകും. എല്ലാവർക്കും നമ്മെ കാണുന്നു. മക്കളുടെ സന്തോഷം ഞാനിങ്ങനെ ഓർത്ത് ഞാൻ കണ്ടതിൽ ഒരു അടക്കം കണ്ടത് ഇത്ര സമാധാനത്തോട് സന്തോഷത്തോട് എൻ്റെ ജീവിതത്തിൽ കണ്ടത് എൻ്റെ പാസ്റ്റർ മരിച്ചിട്ട് എല്ലാവരും കൂടി പാടി സൂചിച്ചു ആ ആത്മാവിനെ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയുടെ ചുറ്റും ഞങ്ങൾക്ക് ഒരാഴ്ച കണ്ടു. സൂര്യ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ ഇങ്ങനെ പാട്ട് പാടിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പാടുന്നു. ഒരു വർഷക്കാലം പാടുന്ന പോലത്തെ പാട്ടുകൾ ഞാൻ അവിടെ നിന്ന് പാടി അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. കാരണം പാട്ട് എടുക്കുമ്പോൾ തന്നെ ആ ശരീരത്തിൻ്റെ ഒരു അസ്വസ്ഥത പാട്ട് പാടുമ്പോൾ കൂടെ പാടി സന്തോഷിച്ച് കൈ നീര് വെച്ചിരിക്കുന്ന കൈയാണെങ്കിൽ കാലിലടിച്ച് ഒക്കെ പോയി അവസാനം കൈ വയ്ക്കാനൊക്കെ അതായത് ഞാനും എൻ്റെ കൈ അമ്മയുടെ കയ്യെ വെച്ച് അടിക്കുമായിരുന്നു. അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞില് 14 വയസ്സായ പാവം മരിച്ചു. എൻ്റെ വലിയമ്മച്ചി അന്ന് അമ്മയ്ക്ക് അമ്മ ഉൾപ്പെടെ 4 പേരായിരുന്നു. അമ്മ ഏറ്റവും മൂത്തത്, ഇളയത് 3 ആൺമക്കൾ. അമ്മച്ചി അന്നത്തെ യങ് ഏജിൽ അമ്മയ്ക്ക് വലിയമ്മച്ചിക്ക് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അന്ന് മ്യൂസിക് പഠിക്കാൻ അപ്പച്ചൻ വലിയ ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മോളെ ഉള്ളതുകൊണ്ട് കുഞ്ഞുമോൾ വളർത്തിക്കൊണ്ട് വന്നത് പെട്ടെന്ന് സാഹചര്യത്തിൽ ക്യാൻസറിൻ്റെ അസ്വസ്ഥയിൽ അപ്പച്ചൻ വേർപെട്ടു പോയി. അപ്പം എന്നാൽ അവിടെ വെച്ച് അത് നിർത്തേണ്ടി വന്നു. അമ്മയുടെ പഠിത്തം നിർത്തേണ്ടി വന്നു. അന്നത്തെ കാലത്ത് 7ാം ക്ലാസ് വരെ പഠിച്ചതാണ് മ്യൂസിക് പഠിച്ചത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ആ സ്ട്രഗിളിൽ കൂടെ പോയപ്പോൾ വെല്ലുവിളിച്ച് വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് മക്കളെ വളർത്തി. അമ്മയുടെ 18ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. അമ്മയ്ക്കും മക്കളുണ്ടായി. അമ്മയുടെ തുടക്കത്തിൽ തന്നെ അമ്മയ്ക്ക് ഉണ്ടായ 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. പിന്നെ അമ്മയ്ക്ക് 8 മക്കളുണ്ട്. അമ്മയ്ക്ക് പ്രായം വന്നപ്പോൾ അമ്മയുടെ ഒരു മകൾ മരിച്ചു. ഇതിലെല്ലാം അമ്മ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. പിന്നെ കല്യാണം കഴിച്ചു. ഞങ്ങളുടെ ചാച്ചനാണ് എൻ്റെ ഫാദറിനെ വിളിക്കുന്ന ചാച്ചന് പ്രായമായപ്പോഴുണ്ട്. എനിക്ക് ഓർമ്മ എടുക്കുമ്പോൾ എൻ്റെ ഫാദറിനെ കണ്ടത് അസുഖമൊക്കെ ആസ്മയുടെ അസുഖമൊക്കെ. എന്നാൽ എൻ്റെ മൂത്തത്തിനൊക്കെ അവർക്കൊക്കെ നന്മകൾ കണ്ട് അനുഗ്രഹങ്ങൾ അബൻഡൻസ് കണ്ട് അവരോട്. കാരണം ചാച്ചൻ നല്ല ജോലി ഉണ്ടായിരുന്നു ടീ പ്ലാന്റിൽ. അമ്മയോടായിരുന്നു
ദൈവകൃപയാൽ അമ്മ എന്നെ ബെന്മണിയിൽ നിന്നും വിളിച്ചില്ല. ഞാൻ കഷ്ടപ്പാടുകളിൽ നടുവിൽ കൂടിയാണ് കടന്നു പോയത്. ഞാൻ കണ്ടപ്പോഴൊക്കെയും എല്ലാത്തിനും ക്ഷാമമുള്ള സമയമായിരുന്നു. എന്നാൽ അതിൻ്റെ മധ്യേ ഞാൻ സൂചിയൊക്കെ ചിലപ്പോൾ എനിക്കറിയാം എൻ്റെ വൈഫ് നല്ലപോലെ കഷ്ടപ്പെടുന്ന, ചിലപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും അമ്മ നമുക്ക് 8 മക്കൾ. അന്നത്തെ 8 മക്കളെ വളർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഇപ്പോഴും ഒരു റെസ്പെക്റ്റ് ഉള്ള പ്രായമുള്ള അമ്മച്ചിമാരെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ, അവർ കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ അന്നേരം ആത്മഹത്യ, അതാണ് അവരുടെ ഒരു പരിഹാരമൊക്കെ. എന്നാൽ എൻ്റെ അമ്മയെ അതിനെല്ലാം സർവൈവ് ചെയ്തു. ഈ മക്കളെയൊക്കെ വളർത്തി. ഞാൻ ചിലപ്പോൾ ഈ 4 പേര് എങ്ങനെയായാലും 4 പേര് സ്കൂളുണ്ട്, ഈ 8 പേരുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ലഞ്ചൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, ഇതെല്ലാം ഈ വിറകും കത്തിച്ച് ഇതൊക്കെ ഉണ്ടാക്കി കെട്ടി മക്കളെയൊക്കെ വിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ വൈകിട്ടൊക്കെ അവർക്ക് എത്ര മണിക്ക് ഉറക്കം കിട്ടും. അതിൽ കൂടെ എല്ലാം സ്ട്രഗിൾ ചെയ്ത് വന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കതെല്ലാം നമ്മളൊന്നും രാവിലെ വൈകിട്ടും ചിട്ടയായിട്ടുള്ള പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞുപ്രായത്തിൽ കളിക്കാനൊക്കെ പോയിട്ട് വിശന്ന് നമ്മുടെ ഭാഷ പറഞ്ഞാൽ വയറ് കത്തി വരുന്ന സമയത്ത് പോലും പ്രാർത്ഥിക്കാതെ തരത്തില്ല. ഫുഡ് നോക്കിയിരിക്കുക, പ്രാർത്ഥനയ്ക്ക് ഇതെങ്ങനെയായാലും ഇതൊന്നും നിൽക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക്. എന്നാൽ അത് കഴിഞ്ഞാൽ ഫുഡ് എടുത്തില്ല. ആ കഷ്ടപ്പാടിൽ ഞാൻ നോക്കുന്നുണ്ട്. അരിയൊക്കെ കഴുകിയാൽ അന്ന് പല മാതാപിതാക്കളും അങ്ങനെ കണ്ടു വളർന്നിട്ടുള്ള അരിയൊക്കെ കഴുകിയാൽ അവരുടെ വിശ്വാസത്തിന് അരി കഴിയുന്നതിന്റെ മണ്ടലിൽ കുരിശു വരച്ചിട്ട് ഇടത്തുള്ളൂ. കാരണം ഈ ദൈവം ഇതൊന്ന് പൊലിപ്പിച്ചു തരാൻ. ചിലപ്പോൾ ഞാൻ അതെടുക്കും ഓർക്കും. അതുപോലെ അമ്മ വളരെ സ്ട്രിക്റ്റായിരുന്നു. താമസിച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഞാനൊക്കെ പാത്ത് പതിക്കാൻ നിൽക്കുന്നത് വെട്ടപ്പെടത്തില്ല. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം അമ്മയോട് പറയാതെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പകല് പോയി ഇച്ചിരി താമസിച്ചു വന്നത് 4 മണിയായിട്ട് വന്നുള്ളൂ. അടി എന്ന് പറഞ്ഞാൽ ശരിക്കും അടി കിട്ടും. ചില സമയത്ത് പിടിക്കാൻ കിട്ടാത്തതിന് കട്ടയൊക്കെ പഠിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നാലും പറഞ്ഞ അമ്മ പറഞ്ഞ എനിക്ക് കട്ട എൻ്റെ നടുവിൽ കൊണ്ടെങ്കിൽ നടുവേണ്ട ചുമ്മാ പറയുന്നത് അതൊന്നും അല്ലാത്ത ഈ കഷ്ടപ്പാടിലൊക്കെ ബുദ്ധിമുട്ടിന് ഇടയില് 1980 കടന്നു വരുവാൻ നമുക്കൊരു അവസരം. അതിന് രാജാന്റെ കുഞ്ഞുങ്ങളോട് നന്ദി. ദൈവം അവരെ ഉപയോഗിച്ചു. കുഞ്ഞുങ്ങൾക്ക് വീട്ടിലെ പ്രയാസങ്ങൾ കൊടുത്തിട്ട് അവരുടെ കുഞ്ഞിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. കഷ്ടപ്പാടുകൾ കടന്നുപോയി. അത് മുഖാന്തരം ഞങ്ങൾക്ക് എല്ലാം വരുവാൻ അവരുടെ സോഴ്സായി ദൈവം ചെയ്യുവാൻ കഴിയും. അമ്മയ്ക്ക് മാറി മാറി എല്ലാ വീടുകളിൽ നിന്ന് കുഞ്ഞുമക്കളെ ആർക്കും പറയാൻ പറ്റത്തില്ല. അമ്മ അവരെ ടേക്ക് കെയർ ചെയ്തില്ല. അമ്മയ്ക്ക് അതിനുള്ള ഭാഗ്യം വെച്ചു, കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചു. ജൂലിനോടുകൂടെ ആളിൻ്റെ കൂടെ നിന്ന് ഞാൻ അമ്മയോട് പറയും, അമ്മയ്ക്ക് എന്നെക്കാളും അല്ല അമ്മയുടെ മക്കളെക്കാളും ഭംഗിയായിട്ട് ശ്രേഷ്ഠമായിട്ട് ആളി അമ്മയെ ടേക്ക് കെയർ ചെയ്ത് അമ്മയോട് ഞാൻ എപ്പോഴും പറഞ്ഞ് ഓർപ്പിക്കാറുണ്ട്. എപ്പം കാണപ്പെടും അതിനോടും ജൂലിനോടും അമ്മയെ ടേക്ക് കെയർ ചെയ്ത് അത് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തുവെന്ന് മറ്റുള്ളവരോട് അറിയാം. ആരും പറഞ്ഞറിയിക്കണ്ട. ദൈവം നിങ്ങളെ നിങ്ങൾ തലമുറയായിരിക്കും. മോളമ്മ നിഷ അമ്മയെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടു നടന്നു. ഓക്കെ, എല്ലാവരും മാതാവെന്ന രീതിയിലും വെല്ലുവിളിച്ചെന്ന രീതിയിലും ഇതൊക്കെ നമ്മുടെ കടമയാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് മറ്റനേകർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ദൈവം നിങ്ങളെ നിങ്ങൾ തലമുറയായിരിക്കും. ദൈവം ഒന്നും മറന്നു. നമുക്ക് ദൈവം ഈ ദേവി സത്യമാണ് അറിയുവാനും അത് ഗ്രഹിക്കുവാനും അതിനെ അനുസരിക്കുവാനും ദൈവം കൃപ കൊടുത്തു. അന്ത്യത്തോളം നിൽപ്പാൻ ഇടവന്നു. അതിൻ്റെ
മറ്റുള്ളവർ നമ്മൾ മുഖാന്തരം വേദനിക്കാൻ ഇടയായിരിക്കരുത്. നമ്മൾ ആ നന്മ ചെയ്ത് പോവുക. ഒരു നല്ല അന്ത്യം, ആ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു നല്ല അന്ത്യം. അത് ഭാഗ്യം പ്രാർത്ഥിക്കാം. അമ്മയ്ക്ക് അത് ലഭിച്ചു. ദൈവത്തിന് എത്ര നന്ദി കരയണമെന്ന് എനിക്കറിയത്തില്ല. ഹോസ്പിറ്റൽ ജോലിയിൽ നിന്ന് ഇങ്ങനെ കടന്ന് ഓരോ മനുഷ്യർ കഷ്ടപ്പെടുന്നു. അമ്മയ്ക്കാണ് ഞാൻ ജൂലിനോട് പറയുമായിരുന്നു, അമ്മ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ആഹാരം കൊടുക്കാൻ ആ അന്ത്യ സമയത്ത് മക്കളോ കൊച്ചുമക്കള് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഹോസ്പിറ്റൽ ഓരോരുത്തരും നിലവിളിക്കുന്നു. ആരും കുറ്റമല്ല, പലർക്കും സമയമില്ല. നമുക്ക് ഈ ഇത്രയും വലിയ മക്കളോട് സമയം കിട്ടിയില്ല. പക്ഷേ അമ്മയ്ക്ക് അതിന് ഭാഗ്യം ലഭിച്ചു. അതൊരു വലിയ കാര്യം. ഇതൊക്കെ ലഭിച്ചതിന്റെ നന്മ അനുഭവിച്ച് അമ്മയ്ക്ക് കടന്നു പോകാൻ ലഭിച്ചത് ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര ശ്രദ്ധിക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമെന്നിരിക്കരുത്. എൻ്റെ മാതാവ് ഇങ്ങനെ ഇത്ര ചെയ്താതിരിക്കാൻ എനിക്ക് വലിയ പാടാണ്. ഞാൻ ശാരീരിക ഇമോഷനിലപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ എന്നെ തന്നെ ധൈര്യപ്പെടുത്തി, എനിക്ക് ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ ദൈവം അവസരം, സാഹചര്യം തന്നു, സമയം തന്നു, ശുശ്രൂഷിക്കാൻ തന്നു. എനിക്ക് മാത്രമല്ല, സഹോദരങ്ങൾക്കെല്ലാം, എൻ്റെ സഹോദരങ്ങൾക്കും അവരുടെ മക്കൾക്കും എല്ലാം ലഭിച്ചു. ഇത്രയൊരു ഭാഗ്യം ലഭിച്ചത് ലഭിക്കാൻ അമ്മയ്ക്കിടയാക്കിയിരുന്നു. അതിനെല്ലാം മുന്നോട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടു ഈ ഇതിൽ കടന്നു വന്ന എല്ലാവരെയും, ഞങ്ങളെ സഹായിച്ച എല്ലാവരും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം അമ്മയായ സമയത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്. കടന്നു പ്രാർത്ഥിച്ചു, വീട്ടിൽ പ്രാർത്ഥിച്ചു, സഭയെ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് അറിയാൻ ഒത്തിരി പേർ അവരൊക്കെയും പ്രാർത്ഥിച്ചു. അനേക പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ മാത്രം പ്രാർത്ഥനയല്ല, മറ്റനേക പ്രാർത്ഥനയാണ്. ഇതെല്ലാം കേട്ട് നല്ലൊരു ശവസംസ്കാരം ദൈവം ഒരുക്കിയാൽ ദൈവത്തിന് സ്തുതി നന്ദി കരയറ്റിക്കൊണ്ട്
in order to show that, I want to bring two people from the Bible who lived a very good life, and God blessed them for that. The first person I want to talk about is Daniel. Daniel was a prince of Israel, and he ruled over his people. But Nebuchadnezzar, king of Babylon, he came with a huge army and he conquered all of Israel. He killed many people, but he left a hand-picked amount of people, some to live in the land so he could have some subjects. But he took Daniel and his fellow people and he brought him to Babylon in chains, and he said, "You have to serve me now." See, at that moment, Daniel could have been very bitter because now he has to serve the person that killed his family, his friends, and his own people. He could have been angry, but instead Daniel was not like that. Daniel could have been bitter at God, saying, "God, why did this happen to me? You're a chosen people." But he was not bitter at God as well. Instead, he listened to what God had to tell him. And the first thing Daniel did when he was at the palace was he turned away from sin. He never defiled his body. He listened to what God said. When he was at the palace, Nebuchadnezzar set before him all the luxuries of the world. He said the finest foods and the best wines. Whatever Daniel wanted, he could have got from Nebuchadnezzar. But instead, he turned to God and said, "God, what do you want me to do?" And he lived a life like that. He listened to what God had to tell him, and he gave God a certain respect. Every single day, Daniel would go on his knees, he would open his window, and he would face Jerusalem, and he would pray to God 3 times a day, when he first woke up, in the afternoon, and then in the night. And because Daniel listened to God, and he gave God that respect and attention, God greatly blessed Daniel's life. The first thing is, God blessed every aspect of Daniel's life. He was risen to the highest administrative rank that he could have risen to, above everybody else in the kingdom. He was Nebuchadnezzar's second in command. Nebuchadnezzar gave him all the riches and blessings that he wanted, and Daniel richly accepted that. He lived a very nice life, all because of that honor he gave God. Daniel lived a very long and fulfilling life. He served 4 different kings and lived in 2 different kingdoms. And each time he was honored by each king, risen to the top of where he could be because he honored God. And by his lifestyle and the way he honored God, everybody around him saw how he loved God and how he respected God. And he was able to convert the kingdom. Every king would decree something, and this decree would say, every person in the kingdom must give fear and reverence to the God of Daniel. It was all because he loved God and he lived such a good life. The next person I want to talk about is Joseph. Joseph's life was an extremely tragic life. Imagine your siblings, the people you love and care about, selling you into slavery, all because of their own jealousy. Then, when his life was turning around, and he was rising above everybody else. Even though he was a slave, he was rising above, and his master was taking to a liking to him. His master's wife liked him as well, and she tried to sleep with Daniel. But Daniel listened to God, and he fled from that sin, and because of that, he was thrown in prison. So in his 20s, not only was Daniel a slave, but now he's in prison. And then comes his way out of prison. Daniel a cupbearer comes. Joseph's way is to get out of prison comes. A cupbearer and the king's baker comes. And they have a vision from God, and he interprets that vision. And they each say, "We will honor you, Joseph, when we leave this prison, we will honor you, and we will tell the king what you have done for us." But when they leave that prison, when they left that prison, they forgot about Daniel. And for years afterwards, Joseph was in prison, rotting away. But he never grumbled against God. He never turned away from God, and for that God honored him. The king had a vision, and Daniel was able to interpret that vision. Joseph was able to interpret that vision. And because he interpreted that vision, he rose above
everyone else. The only thing that separated him from the Pharaoh was that the name of Pharaoh. That's what Pharaoh says himself. He says, Joseph, the only thing that separates me and you is that I have the title of Pharaoh. He never cursed God, even though he had 3 low points in his life where he was sold into slavery, where he was thrown into prison, and his way to get out of prison, they forgot about him in prison. Joseph never, ever cursed God. He put God as a number 1 person in his life. And the way we see that is the wisdom that Joseph had. He had the wisdom to guide the nation through one of its worst times, through a famine that swept through the entire region. And he was able to hear the voice of God and interpret the visions that came with it. And because he had such a good life, Joseph was second commander over all of Egypt. Like I said, he was successful wherever he went. Whatever endeavor that Joseph undertook, he was successful in it. He was able to see visions from God and hear God's voice. And they have archaeological evidence that suggests that Joseph was an actual person, not just somebody in the Bible, but an actual person. And not only do we know who he is, but the world of people know who he is and what he did. And all because he never, ever grumbled against God. He always honored God and put God first. But there was a group of people after Joseph, a people that always grumbled against God, a people that always hated God, and that is the children of Israel. For 400 years after the life of Joseph, his children was living in the land. And they became slaves to the Pharaoh. And they cried out to God, and God gave them Moses. Moses was one of the best people God could ever send at that time. Trained by Pharaoh himself, was in line for the throne. But they said, God, why did you send us him? They were never satisfied with what God gave them. And even when God freed them from Egypt, and he gave them a promised land, he gave them Canaan, they were still angry. On their way in the desert, they grumbled, God, it would have been better if we were in slavery. God, this is not enough for us. We want more. They asked for the food of heaven, and God gave it to them. He gave them manna, but they still were never satisfied. They worshipped idols. While Moses was getting the 10 Commandments, they were below on the mountainside, worshiping idols. They never ever saw God or the truth that came with him, but they saw the luxury that the world could offer. They saw the pleasures that the world can offer, always asking God for more and more, never satisfied. God, it would have been better if we were in Egypt. In Egypt, we would have a nice house. In Egypt, we would have better food. And because they did that, and because they lived such a horrible life of never being satisfied, God killed all of them. The 6 million people that left Egypt were murdered in 40 years. God never ever let any one of them set a foot in the promised land. They can only see it from afar. My dear people sitting here, live a life that's loving, that loves God. Live a life that shows respect to God. Even though you go through tough times, and even though you may be struggling, pray to God and ask God for help. Never ever murmur against God. Never ever grumble against God. If you love God, God has certain blessings for you. And it says that in Psalms 91, verses 14, 15, and 16. Because he loves me, says the Lord, I will rescue him. I will protect him, for he acknowledges my name. He will call upon me, and I will answer him. I will be with him in trouble. I will deliver and honor him. With long life will I satisfy him and show him my salvation. These are the promises that are given to you if you love God. Put him as your number 1, and this can be yours. May God bless you with these words. My name is Johnson. I'm a pastor in this church along with Pastor Joseph Samuel and Pastor Matthew George. We had the privilege of having Amachi with us, to worship with us for many, many years. My mom came up here last night and shared also about my father, the late K.B. Johnson, who was the pastor of this church. That Papa and Mommy had the privilege of being there for Amachi and the children and had a good relationship with them. And Amachi continued to be with this church family
take this moment to say a few words about Amachi. But before that, I just want to say respect the servants of God, Vinod Auntie and family, Molly Auntie and family, Julie Auntie and family, Brother Mona and family, Brother Kochman and family, Brother Monsi and family. All of Amachi's supporters, she was in India, Amachi's other relatives, Amachi's friends, family, and church family. As I was sitting here and I heard, I think Brother Kochman said, Amachi's 19, she was born in 1920. For me, my comfortable age, if I were to say, is at 24, but for me, Amachi's old. 95 years of age, she's very old. So I was just thinking, 1920, I have to do it. A long time ago. Amachi a few little facts. When I say 1920, India was going through a bubonic plague. And now Amachi was 10 years old. Gandhi had the Salt, March in 1930. I think she probably remembers that, right? A young lady, 10 years of age, she would definitely remember that. When she was 11 years old, the Empire State Building was finished. When she was 13 years of age, Adolf Hitler became the Chancellor of Germany. And when she was 18, she got married. Yeah. And when she was 19 years of age, World War II started. And when she was 27 years of age, India got its independence. So we can go on, right? And I'll stop by that time because there are many people here born after that, so they know the history. But for that, it's a long, long time, long life. And we heard that Amachi came to this nation, this country in 1980. We heard that Amachi's daughter, Gunolani, and husband George were at least there. God used them to bring Amachi to this state. And subsequently, we heard from their children that all of them were able to come to this country. I don't remember when, but in one of my visits to Amachi in the nursing home, as Suja said it very correctly, that Amachi always liked to sit dressed very pretty. So I went there, and Amachi is sitting in a nice, beautiful dress with her, that beautiful white hair, and they have a ribbon on her, and she's sitting in the cafeteria. So when I went there, Tamaku Temples, Amachi is there also. Amachi is in a different place. So I went and I saw Amachi. And I just went up to her and, they gave her some special food because, she cannot choose. So they're waiting for her food to come. And she's back eating. I went up to her and Amachi started talking to me. Amachi felt close to me. She has sad songs to me. I don't know if you heard that, but she likes to sing old songs. So that day when I went, Amachi was right. They are Mandari Rajathan. എന്നെ എത്ര നല്ലതായിട്ട് ഒരു ടേക്ക് കെയർ ചെയ്തു. ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ. അമ്മച്ചി അവിടെ നിന്നുള്ള ദൈവത്തിന് സ്തുതി കൊടുക്കാൻ എടുത്തത്. അതെനിക്ക് പറയാനൊക്കെ ഇല്ല. അമ്മച്ചി പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. It's a blessing of God. Amachi got the privilege. I know it was a privilege to come to this nation, but more than that, Amachi said it was a privilege to receive Jesus Christ as a Lord and Savior, and to be part of the church, and to be part of the body of Christ. As she said at that time, the time that she went and took water baptism, and how the church, and she reminded me at that time how many times, even though she wants to come to church as she couldn't, that those times, that many times Nisha would record the messages, or sometimes she would turn her phone on and let Amachi hear the messages, the service that goes on in this place. Amachi's daughter, Moliani and Nisha, goes to this church. Amachi's son, Monsi, Suja Marilyn, Cheryl, Nathaniel goes to this church. I'm close with all of Amachi's children. But before I say, we heard from all of them, and all of them, I came to know this family, how this family is a while back when Amachi's son Tamuchan went to be with the Lord. I cannot forget
forget that time because for two reasons. One is that I saw how this family came together, how together they were. And that togetherness brought such a blessing, not only in the meeting, but the second reason I'll never forget that is because that was my first funeral service in our ministry. So I can never forget the returns. So those two reasons, how this family was together, and this time around also, when Amachi went to be with the Lord, how this family came together, how this family worked together. And it is a blessing, and it is a sign that tells what type of mother dear Amachi was. I know all the children and their families there, as we heard, they all have done wonderful things to Amachi. They served Amachi, they comforted her, they spent their money, their energy, their strength for Amachi. And as we heard for the past few days while she was in the hospital, all of the children and their grandchildren, family, they were there comforting Amachi. But as I know Molly and Anisha and Motsi and that family, may I say a few words about them as their pastor. I know Motsi is an owner of a good heart, a kind heart. He has a very good helping nature. More than that, he honors the servants of God and he honors men and women of God. We know that he serves the church with his best of his abilities. I know that once they love Suja and the children, they love the Lord with all their heart. I know that their daughter Marilyn, she was with Amachi for several days. Because I know her growing up in this church, I know that she's a person of good heart also, ready to serve any moment. With Molly and Anisha, I know that we heard from Motsi also that they took care of Amachi. Molly is a prayer person, a person that prays, a person that loves the Lord. And Amachi was a person with a similar heart that Amachi always enjoyed the prayers, the praises, the worship. And I know that many times Molly and Amachi would join together in prayer and in praising God. Molly also, as I said, it runs in the family, because I know just both of them, but I can guess that it runs in the family, is a person with a good heart, a person that is willing to help others, a person that honors God's servants and other saints of God. I know Molly, to the best of her abilities, she serves the Lord. I want to take a moment and say a few words about Nisha. I know that Nisha was a tremendous blessing also for her Amachi. I know that Nisha has tirelessly taken care of Amachi also, along with all other grandchildren. I have known Nisha since she joined this church many, many years ago. And I always noticed the fact that Nisha has a heart for the weak. She has a heart for the less fortunate. She has a heart for those vulnerable people. She seeks out such people and she helps them out. I have seen many times how she's there for people who are in need. And I really, truly appreciate that. And I know all other children, if I know them a little more closer, I can say the same about all other children. So I invite you to come join the church, right? So we'll get to know each other more. Amen. But Juliani, I know her also a little bit. We heard how much Giuliani and the family took care of Amachi. One thing that I remember about Giuliani is that I know that she would, in the morning, Sunday mornings, she would drop Amachi and then she would go to her church. Many, many Sundays I've seen that. Many, many, many Sundays. I know that we heard 11 years. May God bless your family. It is only going to be a blessing for you and the children. I know that. As Motsi said, I am a mom. We are only 4 children. But I think I'm the least who helps my mom. My oldest sister, my brother, my mom lives with my brother and family. And so the credit has to go where it's due, right?
And I praise God for this family. May God bless this family in a powerful, mighty way. I want to talk a few minutes, I'll stop very quickly. I want to talk about the scripture that Marilyn read this morning. It is from Proverbs chapter 31, verse 28. It says that she looks well to the ways of her household and does not eat the bread of idleness. Her children rise up and bless her, her husband also, and he praises her, saying, many daughters have done nobly, but you excel them all. Her children rise up and call her blessed. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്, അനേകം തരുണികൾ സാമർത്ഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. How do you rise up and call your mother or your wife blessed? എങ്ങനെയാ എഴുന്നേറ്റ് തങ്ങളുടെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറയുന്നത്? Is it just going to your mom when she's in the kitchen and cooking, say, oh mom, you are blessed? That's good. We can do that. But the word rising up has a different meaning. It is a word, it's an action. ഒരു പ്രവൃത്തിയെക്കുറിച്ച് കാണിക്കുന്ന എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഈ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ മധ്യത്തിൽ, മാതാവിന്റെ ശരീരം ഇവിടെ ഉള്ളപ്പോൾ ഇത് വിളിച്ചു പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. We heard from her children, each one of them. It's not just saying few words, but in their life, they have done certain actions that calls and that tells that their mom was a blessed mother. Number one, when a mother sees her children, especially a mother who is a child of God, when she sees her children worshiping God in truth and in spirit, as she has worshipped, without a word, without saying anything, those children are saying, our mother is a blessed mother. അമ്മച്ചി പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിനോടുണ്ടായ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു ഇവിടെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് കിട്ടുന്ന ഒരു ആയുസ് എത്ര ദിവസങ്ങളുടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. കർത്താവിന്റെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരണം. May I say a simple word? Love your husband, love your wife, love your children. Let them know. Don't wait till the last moment. Don't wait till they are in the coffin. Don't wait till at the cemetery to buy them a flower. Don't wait to say that you love them once everything is done. You have an opportunity today. ഇന്ന് വെളിക്കാറെ കയറുന്നതിന് മുന്നേ അന്യോന്യം ഒരു നല്ല വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരവസരം എടുക്കുക. നല്ല കാര്യം നമ്മളിവിടെ വന്ന് പറയുന്നതൊക്കെ, എന്നാൽ ദൈവത്തിൻ്റെ വേല അത് നല്ല കാര്യമാണ്. സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ഭവനത്തിൽ കഴിഞ്ഞുകൂടുക, അതൊക്കെ ദൈവപ്രവൃത്തിയാണ്. ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഉറപ്പുള്ളവര്, കുലുങ്ങാത്തവര്, നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമില്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരികയും നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പില്ല, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും? ആരാണ് മറ്റേ സൈഡിൽ എൻ്റെ പേരറിയാവുന്ന യേശു കർത്താവാണോ എന്നെ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് റിയലി ഷുവർ ആക്കാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച്, യേശു കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിച്ച്, യേശു കർത്താവിനെ വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ അഷ്വറൻസോടെ പറയാൻ കഴിയും, ഞാൻ മരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതോടൊപ്പം. സ്വർഗീയ പിതാവേ, വചനം കേട്ട ജനത്തിന്റെ കാര്യങ്ങളെ കേൾപ്പിക്കുന്നു.
ഈ കുടുംബത്തിൻ്റെ ദൈവത്തിൻ്റെ ആശ്വാസം പകരണമേ. നല്ലൊരു സാക്ഷി, നല്ല പ്രവൃത്തി തികച്ചതിന് ശേഷം പ്രിയ മാതാവ് മനസ്സിൽ ചേർക്കപ്പെട്ടല്ലോ. ഞങ്ങൾക്ക് നല്ലൊരു മാതൃക കണ്ടെത്തുന്ന ഈ മാതാവിൻ്റെ ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു. അത് അമ്പനിയുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ, കൊച്ചുമക്കളുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കുവാൻ കൃപ ചെയ്യണമേ. ഇത് കേട്ട ദൈവചനം കേട്ട ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവതയെ അങ്ങ് സംസാരിക്കണമേ. നിത്യജീവനെ കുറിച്ചുള്ള ഉറപ്പ് പ്രാപിക്കണം അങ്ങ് മുഖാന്തരമായി അങ്ങടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശ്വാസം പകർന്നാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.